ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അരക്കെട്ടിലെയും അതുപോലെ തന്നെ ഗ്ലൂട്ടസിലെയും ബട്ടക്സിലെയും ഒപ്പം വയറിലെയും കൊഴുപ്പ് കളയാൻ സഹായിക്കുന്ന കുറച്ച് വ്യായാമങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കുറയാനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം, നമ്മൾ കാർബോഹൈഡ്രേറ്റ് അന്നജമടങ്ങിയ ഭക്ഷണം അതുപോലെ ഫാറ്റ് ഉള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള കലോറി അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഊർജമായിട്ട് മാറിയിരിക്കുന്ന ഈ ഫാറ്റ് കൊഴുപ്പ് നിങ്ങൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ബേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ വ്യായാമം കഴിയുമ്പോൾ നിങ്ങൾ ജ്യൂസ് കുടിക്കുകയോ അല്ലെങ്കിൽ മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയോ പലഹാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അന്നജമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയോ ഇത് അമിതമായിട്ട് കഴിക്കുമ്പോൾ നിങ്ങൾ ഈ ബേൺ ചെയ്ത് കളഞ്ഞ ഈ ഷുഗർ, ബേൺ ചെയ്ത് കളഞ്ഞ ഈ ഫാറ്റ് വീണ്ടും നിങ്ങളുടെ ശരീരത്തിലേക്ക് ഡെപ്പോസിറ്റ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഒരു ഭക്ഷണ ക്രമീകരണം ചെയ്യുക. കൂടാതെ നിങ്ങൾ മധുരമുള്ള പലഹാരങ്ങൾ അല്ലെങ്കിൽ പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ഇവ പരമാവധി ഒഴിവാക്കുക. ഈ ഭക്ഷണങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് ഫാറ്റ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങൾ നല്ലൊരു ഭക്ഷണ ക്രമീകരണം ചെയ്യുക. വിശക്കുമ്പോൾ മാത്രം നിങ്ങൾ ഭക്ഷണം കഴിക്കുക. ദിവസവും ഒരു 2-3 ലിറ്റർ വെള്ളമെങ്കിലും കുറഞ്ഞത് നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ വ്യായാമങ്ങളും ചെയ്താൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ശരീരത്തിലെ ഫാറ്റ് ബേൺ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം. നിങ്ങൾ മാറ്റിൽ നിൽക്കുക. നമ്മൾ നിന്നുകൊണ്ടൊരു പൊസിഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾ ആദ്യം ഈ വലതുകൈയുടെ പത്തി ഇതുപോലെ ബാക്കിൽ വെക്കുക, ഇതുപോലെ. എന്നിട്ട് ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ മുട്ടുകൈയിൽ പിടിച്ച് വലതുകൈ കൊണ്ട് ഇതുപോലെ പിടിച്ച് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക, ഇതുപോലെ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ. അപ്പോൾ ഈ ബെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും ചെസ്റ്റ് ഓപ്പൺ ചെയ്യണം. അതുപോലെ കൈ കഴിവതും ഇതുപോലെ പിന്നോട്ട് കൊണ്ടുവരണം, ഇതുപോലെ. കണ്ടോ? ഇതുപോലെ പിന്നോട്ട് കൊണ്ടുവരണം. അതിനുശേഷമാണ് നമ്മൾ ബെൻഡ് ചെയ്യുന്നത്. നമുക്കൊരു 5 റൗണ്ട് ഒരുമിച്ച് ചെയ്യാം. നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യേണ്ടത് എന്നുകൂടി മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. നിങ്ങൾ കാലുകൾ അല്പം സെപ്പറേറ്റ് ചെയ്ത് മാറ്റി നിൽക്കുക. ഇനി ആദ്യം വലതുകൈ പിന്നിൽ വെക്കുക. വലതു കൈയിൽ മുട്ടുകൈയിൽ ഇടത് കൈ കൊണ്ട് പിടിക്കുക. നന്നായിട്ട് ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. എക്സേൽ, ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. ഇൻഹേൽ അപ്പ്. ഇനി ഇടത് കൈ ബാക്കിൽ വെക്കുക. വലത് മുട്ടുകൈയിൽ പിടിക്കുക. എക്സേൽ, ബെൻഡ് ചെയ്യുക റൈറ്റ് സൈഡിലേക്ക്. ഇൻഹേൽ അപ്പ്. കൈ ചേഞ്ച് ചെയ്യുക. എക്സേൽ, ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. രണ്ടാമത്തെ റൗണ്ട്. ഇൻഹേൽ അപ്പ്. കൈ ചേഞ്ച് ചെയ്യുക. എക്സേൽ, റൈറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. ഇൻഹേൽ അപ്പ്. മൂന്നാമത്തെ റൗണ്ട്. കൈ ചേഞ്ച് ചെയ്യുക. എക്സേൽ, ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. ഇൻഹേൽ അപ്പ്. കൈ ചേഞ്ച് ചെയ്യുക. എക്സേൽ, റൈറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. ഇൻഹേൽ അപ്പ്. കൈ ചേഞ്ച് ചെയ്യുക. എക്സേൽ, ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. ഇൻഹേൽ അപ്പ്. കൈ ചേഞ്ച് ചെയ്യുക. എക്സേൽ, റൈറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. ഇൻഹേൽ അപ്പ്. ഇതുപോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 5 റൗണ്ട് കൂടി അല്ലെങ്കിൽ 10 റൗണ്ട് കൂടി ചെയ്യുക. അതിനുശേഷം റിലാക്സ് ആവാം. നിങ്ങൾ കാറ്റ് പോസിൽ വരിക. ടേബിൾ ടോപ്പ്, ഇതുപോലെ ടേബിൾ ടോപ്പ്. ആദ്യം ഞാൻ ഈ പൊസിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിക്കാം. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിന്നതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഇടതുകാൽ പിന്നോട്ട് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ വലതു കൈ തലയിൽ വെച്ച് ഇതുപോലെ വലത് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. ഇനി കൈ ശരിക്കും ഉയർത്തി, മാക്സിമം ഉയർത്തി ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. മുകളിലോട്ട് നോക്കുക. അതിനുശേഷം കൈമുട്ട് നിലത്ത് മുട്ടിക്കുക, ഇതുപോലെ. ഇതുപോലെ തന്നെ നമ്മൾ മാറി ഇടതുവശവും ചെയ്യും, ഇതുപോലെ. അപ്പോൾ നമുക്ക് ഇതുപോലെ മാറി മാറി 2 സൈഡും 5 തവണ ചെയ്യാം. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യേണ്ടത് എന്നുകൂടി മനസ്സിലാവും. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ആദ്യം ടേബിൾ ടോപ്പിൽ വരിക, കാറ്റ് പോസ്.
ഇനി നിങ്ങൾ ഇടതുകാല് മാക്സിമം പുറകോട്ട് വെക്കുക. ഇടതുകാല് ഇനി നന്നായിട്ട് ഇടതുകാല് പിന്നോട്ട് പുഷ് ചെയ്ത് വലതുകൈ തലയിൽ മുട്ടിക്കുക. ഇനി മുട്ടുകൈ നിലത്ത് മുട്ടിക്കുക ഇതുപോലെ. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കൈ ശരിക്കും അപ്പ് ചെയ്യുക മാക്സിമം. എക്സേൽ ഡൗൺ, നിലത്ത് മുട്ടിക്കുക. ഒരു തവണ ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. രണ്ട് തവണ ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. മൂന്ന് തവണ ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. നാല് തവണ ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. അഞ്ച് തവണ. ഇനി നിങ്ങൾ വലതുകൈ നിലത്ത് വെച്ച് ഇതുപോലെ വലതുകാൽ പിന്നോട്ട് വെക്കുക, ഓപ്പോസിറ്റ് സൈഡ്. ഇനി ഇടതുകൈ നിങ്ങൾ തലയിൽ വെക്കുക. ഇനി വലതുകാൽ ശരിക്കും പിന്നോട്ട് പുഷ് ചെയ്യുക ഇതുപോലെ. ഇനി ഇടത് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. അതിനുശേഷം ഇൻഹേൽ അപ്പ് ചെയ്യുക, മാക്സിമം മുകളിലോട്ട് നോക്കുക, ശരിക്കും ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. രണ്ട് റൗണ്ട്. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. മൂന്ന് റൗണ്ട്. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. നാല് റൗണ്ട്. ഇൻഹേൽ അപ്പ്, എക്സേൽ. മുട്ടുകൈ നിലത്ത് മുട്ടിക്കുക. 5 റൗണ്ടായി. ഇനി നിങ്ങൾക്ക് കാറ്റ് പോസിൽ വരാം ഇതുപോലെ. അതിനുശേഷം ചൈൽഡ് പോസിൽ ഇതുപോലെ റിലാക്സ് ചെയ്യാം. നമ്മൾ കിടന്നുകൊണ്ടൊരു പൊസിഷനാണ് ചെയ്യുന്നത്. ആദ്യത്തെ റൗണ്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ രണ്ട് കാലും ഇതുപോലെ മടക്കി ഇതുപോലെ വെക്കുക, അരക്കെട്ടിനോട് ഏകദേശം അടുത്ത് വെക്കുക. ഇനി കാല് ചേർത്ത് വെച്ച് വലതുകാല് സ്ട്രെച്ച് ചെയ്യുക ഇതുപോലെ. ഇനി നമ്മൾ ചെയ്യുന്നത് വലതുകാല് ഇതുപോലെ അപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഇടതുകാല് ഇതുപോലെ അപ്പ് ചെയ്ത് ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ട് മാക്സിമം ഇതുപോലെ ഉയർത്തും. ഇനി ശ്വാസം വിട്ട് അരക്കെട്ട് ഡൗൺ ചെയ്ത് വലതുകാൽ ഡൗൺ ചെയ്യും. ഇതുപോലെ നമ്മൾ രണ്ട് കാലും മാറി മാറി ചെയ്യും. ടോട്ടല് ഒരു 4 റൗണ്ട് വെച്ച് ഒരു സൈഡ്. നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക. എന്നോടൊപ്പം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എങ്ങനെ ബ്രീത്ത് ചെയ്യണം എന്നുകൂടി മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. നിങ്ങൾ മാറ്റിൽ കിടന്ന് രണ്ട് കാലും മടക്കി ആ ഒരു പൊസിഷനിൽ കിടക്കുക. ഇനി നമുക്ക് ആരംഭിക്കാം. വലതുകാൽ സ്ട്രെച്ച് ചെയ്യുക. വലതുകാല് ഇൻഹേൽ അപ്പ് ചെയ്ത് ശ്വാസം ഹോൾഡ് ചെയ്ത് ഹിപ്പ് അപ്പ് ചെയ്യുക മാക്സിമം. ഹിപ്പ് ഡൗൺ ചെയ്ത് എക്സേൽ വലതുകാൽ ഡൗൺ ചെയ്യുക. ഒരു റൗണ്ട്. ഇൻഹേൽ വലതുകാൽ അപ്പ് ചെയ്യുക, ഹിപ്പ് അപ്പ് ചെയ്യുക, അരക്കെട്ട് ഡൗൺ ചെയ്യുക, കാൽ ഡൗൺ ചെയ്യുക. 2 റൗണ്ട്. വലതുകാൽ ഉയർത്തുക. ഇൻഹേൽ ഹിപ്പ് അപ്പ് ചെയ്യുക, ഹിപ്പ് ഡൗൺ ചെയ്യുക, എക്സേൽ വലതുകാൽ ഡൗൺ ചെയ്യുക. 3 റൗണ്ട്. അവസാനത്തെ റൗണ്ട്. വലതുകാൽ അപ്പ് ചെയ്യുക, ഇൻഹേൽ അരക്കെട്ട് അപ്പ് ചെയ്യുക, അരക്കെട്ട് താഴ്ത്തുക, ഇനി വലതുകാൽ താഴ്ത്തുക. 4 റൗണ്ട്. ഇനി നിങ്ങൾ കാല് ചേഞ്ച് ചെയ്യുക. വലതുകാൽ മടക്കി ഇടതുകാൽ സ്ട്രെച്ച് ചെയ്യുക. കാല് നിലത്ത് മുട്ടിക്കരുത്. ഇനി ഇടതുകാൽ അപ്പ് ചെയ്യുക. ഇൻഹേൽ ഹിപ്പ് അപ്പ് ചെയ്യുക, എക്സേൽ ഹിപ്പ് ഡൗൺ, വലതുകാൽ ഡൗൺ ചെയ്യുക. ഒരു റൗണ്ട്. ഇടതുകാൽ അപ്പ് ചെയ്യുക മാക്സിമം. ഇൻഹേൽ ഹിപ്പ് അപ്പ് ചെയ്യുക, ഹിപ്പ് ഡൗൺ, ഇടതുകാൽ ഡൗൺ ചെയ്യുക. 2 റൗണ്ടായി. ഇടതുകാൽ അപ്പ് ചെയ്യുക. ഇൻഹേൽ ഹിപ്പ് അപ്പ്, എക്സേൽ ഹിപ്പ് ഡൗൺ, ഇടതുകാൽ ഡൗൺ ചെയ്യുക. 3 റൗണ്ട്. അവസാന റൗണ്ട്. ഇൻഹേൽ ലെഫ്റ്റ് ലെഗ് അപ്പ് ചെയ്യുക, ഹിപ്പ് അപ്പ് ചെയ്യുക മാക്സിമം, അരക്കെട്ട് അപ്പ് ചെയ്യുക, ഹിപ്പ് ഡൗൺ ചെയ്യുക, ഇടതുകാൽ ഡൗൺ ചെയ്യുക. ഇപ്പോൾ നമ്മൾ 2 കാലും 4 റൗണ്ട് ചെയ്തു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ 1 or 2 തവണ കൂടി, അതായത് ഒരു 4 റൗണ്ട് കൂടി അല്ലെങ്കിൽ 8 തവണ ആവർത്തിക്കുക. അതിനുശേഷം റിലാക്സ് ആവാം.